പാടുപെടുമെന്ന് അവർക്ക് ബോധ്യമായി. മുടി സൂക്ഷിപ്പുകാരനെ മഹാനായി അവതരിപ്പിക്കണം, ചോദ്യം ചെയ്യലിന് അതീതനാക്കണം. അതിനായി ചിലരെ തയ്യാറാക്കി. അവർ ആ റോൾ കൈകാര്യം ചെയ്തതിങ്ങനെ: അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അയാൾ ഈ വിഭാഗത്തിലാണ്. എന്താ തുറന്നു പറഞ്ഞിന്? തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്ത് ഇപ്പൊ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലല്ല, പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവരാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സ്വഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേർത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി ആ വലിയ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങേ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, എ.പി. ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ എ.പി. ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂൽ